Hello my dears, welcome to AUCS online class. നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്റർ ഉണ്ട് പ്രാക്ടീസ് ബുക്കിലെ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 50, ചാപ്റ്റർ 8, ഹൂ ഈസ് ഹെവിയർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കളർ ദ ഹെവിയർ. ഇതിൽ കണ്ടോ ഒരു സീസോ അല്ലെ, സീസോയിൽ കുറച്ച് സാധനങ്ങൾ അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും വെയിറ്റ് ഉള്ളത് ഏതായിരിക്കും? സീസോ ആ വെയിറ്റ് ഉള്ള ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ആ ഭാഗത്തോട് ചരിഞ്ഞ് താഴത്തോട്ട് കിടക്കും അല്ലെ. അപ്പോൾ വെയിറ്റ് ഉള്ളത് ഹെവിയർ ആയിട്ടുള്ളത് ഏതാണോ അതിന് കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ക്രയോൺസ് യൂസ് ചെയ്ത് വേണം കളർ ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഒരു ചെറിയ ആപ്പിളും ഒരു വലിയ ആപ്പിളും. വെയിറ്റ് സ്വാഭാവികമായിട്ടും ഏതിനായിരിക്കും? വലിയ ആപ്പിളിനാണ് അല്ലെ. അതുകൊണ്ട് ആ ഭാഗം സീസോ ചരിഞ്ഞ് വലിയ ആപ്പിളിന്റെ ആ ഭാഗത്തോട് വെയിറ്റ് ഉള്ളതുകൊണ്ട് ചരിഞ്ഞ് കിടക്കാണ് അല്ലെ. അപ്പോൾ വലിയ ആപ്പിളിന് കളർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഒരു മഗ്ഗും ഒരു ബോട്ടിലും. വെയിറ്റ് ഉള്ളത് ബോട്ടിലാണ്, കാണാം സീസോ ബോട്ടിലിന്റെ ആ ഭാഗത്തോട്ടാണ് താഴ്ന്ന് കിടക്കുന്നത്. അപ്പൊ ബോട്ടിലിന് കളർ കൊടുക്കുക, ഇഷ്ടമുള്ള കളർ കൊടുക്കാം, ക്രയോൺസ് യൂസ് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സീസോന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരു പൂച്ചയും ഒരു മീനും ഇരിപ്പുണ്ട്, ഒരു ഫിഷും ഉണ്ട്. വെയിറ്റ് ഉള്ളത് ക്യാറ്റിനാണ് അല്ലെ. അപ്പൊ ക്യാറ്റിന്റെ ഭാഗത്തോട്ടാണ് സീസോ ചരിഞ്ഞ് താഴത്തോട്ട് കിടക്കുന്നത്. അപ്പോൾ ക്യാറ്റിന് ഷെയ്ഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഒരു ബനാനയും ഒരു റോസും. വെയിറ്റ് ഏതിനാണ്? ബനാനയ്ക്കാണ്. കാരണം എന്താണ്? സീസോ ബനാന ഭാഗത്തോട്ടാണ് താഴ്ന്ന് കിടക്കുന്നത് അല്ലെ. വെയിറ്റ് ഉള്ള ഭാഗത്തോട്ട് സീസോ താഴും. അപ്പൊ ബനാനക്ക് കളർ ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സ്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് വെയിറ്റ്, ഗ്രാം ഓർ കിലോഗ്രാം. നമുക്കറിയാം ഭാരം, വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? പൈസ നമ്മൾ റുപ്പീസ് എന്ന് പറയും. പിന്നെ അളവുകളൊക്കെ നമ്മൾ സെന്റിമീറ്റർ അല്ലെ, മീറ്റർ, കിലോമീറ്റർ ഒക്കെ പറയും. ഇനി ഭാരത്തിന്റെ വെയിറ്റ് യൂണിറ്റ് ആണ്, ഭാരം അല്ലെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് ആണ് ഗ്രാം. ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം. ചെറിയ ഭാരങ്ങളൊക്കെ ആണെങ്കിൽ ഗ്രാമിൽ പറയാം, വലിയ ഭാരങ്ങളൊക്കെ ആണെങ്കിൽ കിലോഗ്രാമിൽ പറയും. അപ്പൊ ഗ്രാമിനെ ഷോർട്ട് ഫോം ആക്കി GM എന്ന് എഴുതാം, കിലോഗ്രാമിനെയോ KG എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ താഴെ കാണുന്ന ഓരോ സാധനങ്ങളും എന്താണ്? വെയിറ്റ് നമ്മൾ ഗ്രാമിലാണോ കിലോഗ്രാമിലാണോ പറയുന്നത് എന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് അവിടെ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്പൂൺ ഓഫ് ഷുഗർ. ഷുഗർ ഒരു സ്പൂണിൽ എടുത്തിരിക്കുകയാണ്. അപ്പൊ വളരെ കുറഞ്ഞ ഭാരമേ ഉള്ളൂ. അപ്പൊ കുറഞ്ഞ ഭാരങ്ങൾ നമ്മൾ ഏത് യൂണിറ്റ് യൂസ് ചെയ്യും? ഗ്രാം, GM. അവിടെ എഴുതിക്കുക എല്ലാവരും. ഇനി അടുത്തത് ആൻ ആപ്പിൾ. ആപ്പിൾ ഒരു ആപ്പിളേ ഉള്ളൂ. ഒരു കൂട്ടം ആപ്പിൾ ഉണ്ടെങ്കിൽ കിലോ കണക്കിന് ആപ്പിൾ എന്ന് പറയാം അല്ലെ. ഒരൊറ്റ ആപ്പിളേ ഉള്ളൂ. അപ്പൊ അതിന് ഗ്രാം, കുഞ്ഞ വെയിറ്റേ ഉള്ളൂ. അപ്പൊ അതിന് ഗ്രാം എന്ന് പറഞ്ഞാൽ മതി. എ ഡസൻ ബനാനാസ്. ഡസൻ എന്ന് വെച്ചാൽ 12. 12 കൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പോ ഒരു ഡസൻ ബനാനാസ് എന്ന് പറയുമ്പോൾ 1 കിലോയെക്കാട്ടിയും കൂടുതൽ വെയിറ്റ് കാണത്തില്ലേ? ഒരു ബനാനയ്ക്കാണെങ്കിൽ നമുക്ക് ഗ്രാം വെച്ചിട്ട് പറയാം. പക്ഷെ ഇതൊരു ഡസൻ ബനാനാസ് ഉണ്ട്. അപ്പൊ അത് കിലോഗ്രാം എന്ന് പറയണം. എ സാക്ക് ഓഫ് റൈസ്. 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? റൈസുകളുടെ ഒരു കൂമ്പാരമാണ് അല്ലെ. അപ്പൊ അത് കിലോഗ്രാം. ഒരു കുഞ്ഞ റൈസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ഗ്രാം എന്ന് പറയുന്നത്. 10 മാംഗോസ്. മാംഗോസ് ഒരെണ്ണമാണെങ്കിൽ ഗ്രാമിൽ പറയാം. പക്ഷെ ഒരു കൂട്ടം മാംഗോസ് ആണ്, 10 എണ്ണം ഉണ്ട്, കിലോഗ്രാമിൽ പറയണം. എ പെൻ. ഒരൊറ്റ പേനേ ഉള്ളൂ. അതുകൊണ്ട് എന്തെന്ന് പറയാം? ഗ്രാം എന്ന് പറയാം. ഈ ടേബിൾ. ടേബിൾ ഒരു ടേബിളേ ഉള്ളെങ്കിൽ വെയിറ്റ് അപാരമാണല്ലോ ടേബിളിന് അല്ലെ. ചെറിയ വസ്തുവൊന്നും അല്ല, വെയിറ്റ് കാണും അല്ലെ. അപ്പൊ അത് കിലോഗ്രാമിൽ പറയണം. ഇനി അടുത്തത് എ ട്രേ ഓഫ് എഗ്സ്. ഒരു എഗ് ആണെങ്കിൽ നമുക്ക് പറയാം 35 ഗ്രാം അല്ലെങ്കിൽ 15 ഗ്രാം. ഒരു കുഞ്ഞ വെയിറ്റേ ഉള്ളൂ. പക്ഷെ ട്രേക്കകത്തിരിക്കുന്ന ഒരു കൂട്ടം എഗ്സ് ആണ്. അപ്പൊ അതിനെ കിലോഗ്രാമിൽ പറയണം. എ ബോക്സ് ഓഫ് സോപ്സ്. ഒരു സോപ്പ് അല്ല, ഒരു സോപ്പ് ആണെങ്കിൽ നമുക്ക് പറയാം 100 ഗ്രാം അല്ലെങ്കിൽ 125 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം എന്നൊക്കെ പറയാം. പക്ഷെ ഇത് ഒരു എ ബോക്സ് ഓഫ് സോപ്സ്. ഒന്നിലധികം കൂടുതൽ സോപ്സ്. ഒരു ബോക്സിനകത്ത് കുറച്ച് സോപ്സുകൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കിലോഗ്രാമിൽ പറയണം. ഓക്കെ. ഇപ്പൊ വലിയ വലിയ ഭാരങ്ങളിൽ നമ്മൾ കിലോഗ്രാമിൽ പറയും, ചെറിയ ഭാരങ്ങളിൽ നമ്മൾ ഗ്രാമിൽ പറയും. ഓക്കെ. അടുത്തത് കുറച്ച് വെയിറ്റ്സ് വെച്ചിട്ടുണ്ട്. 5 കിലോഗ്രാമിന്റെ ഒരു കട്ട, വെയിറ്റ് വരുന്ന ഒരു കട്ട, പിന്നെ 2 കിലോഗ്രാം, പിന്നെ 1 കിലോഗ്രാം, പിന്നെ 500 ഗ്രാം, 200 ഗ്രാം, 100 ഗ്രാം, 50 ഗ്രാം. ഓക്കെ. യൂസ് ദ എബോവ് ടു മേക്ക് ദ ഫോളോയിങ് വെയ്റ്റ്സ്. അപ്പോൾ നമ്മൾ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിലുള്ള ആ ഒരു കിലോഗ്രാമിന് നമ്മൾ ഈ കട്ടുകൾ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യണം. ഫസ്റ്റ് നോക്കിക്കേ, 6 കിലോഗ്രാം. ആ 6 കിലോഗ്രാം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ കട്ടകൾ ഉപയോഗിക്കാം? 5 kg ഒരു കട്ടയും
പ്ലസ് 1 kg ഒരു കട്ടയും. 5 + 1 എന്തായി? 6 ആയി. അടുത്ത ക്വസ്റ്റ്യൻ 3 കിലോഗ്രാം. 3 കിലോഗ്രാം നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം? എങ്ങനെയൊക്കെ ആക്കാം? ഇവിടുത്തെ ആ തന്നിരിക്കുന്ന കട്ടകൾ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും? 2 കിലോഗ്രാം. എല്ലാവരും എഴുതിക്കേ. 2 കിലോഗ്രാം പ്ലസ് 1 കിലോഗ്രാം. ഓക്കെ അല്ലേ? 2 + 1 എന്താണ്? 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 7 കിലോഗ്രാം 500 ഗ്രാം. അപ്പൊ 7 കിലോഗ്രാം മാത്രമല്ല 500 ഗ്രാം ഉണ്ട്. 7.5 കിലോ ഉണ്ട്. 7 കിലോഗ്രാം ആൻഡ് 500 ഗ്രാം. 7 കിലോയും 500 ഗ്രാമും ഉണ്ട്. അപ്പോൾ 7 എന്ന നമ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും? 5 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം എന്ന് എഴുതാലോ. ഇനി 500 ഗ്രാമിന് ഡയറക്റ്റ് 500 ഗ്രാമിന്റെ ഒരു കട്ടയുണ്ട്. 500 ഗ്രാം. അപ്പോൾ 7 കിലോഗ്രാം 500 ഗ്രാമിനെ എങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും? 5 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം പ്ലസ് 500 ഗ്രാം. 5 + 2 എന്താണ്? 7 ആയി. 7 കിലോഗ്രാം ആയി. ഇനി മിച്ചമുള്ളത് ഗ്രാമിന്റെ 500 ആണ്. 500ന്റെ ഡയറക്റ്റ് ഒരു കട്ട അവിടെ ഉണ്ട്. അപ്പോൾ പ്ലസ് 500 ഗ്രാം. ഓക്കെ. ഇനി അടുത്ത് 250 ഗ്രാം. 250 ഗ്രാം ആണ്. ഓർത്തോണം, 250 ഗ്രാം ആണ്. 250 ഗ്രാം ആക്കാൻ നമുക്ക് 200 ഗ്രാം പ്ലസ് 50 ഗ്രാം ആക്കി കൂടെ? ഇത് രണ്ട് 200 + 50 ആണ് എന്താണ്? 250 അല്ലെ? അപ്പൊ 250 ഗ്രാം എന്നതിന് നമുക്ക് ഇവിടുത്തെ കട്ടകൾ ഏതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും വെയിറ്റ് ബാലൻസ് ചെയ്യാൻ? 200 + 50 ഗ്രാം. 200 ഗ്രാം പ്ലസ് 50 ഗ്രാം. അടുത്തത് 350 ഗ്രാം. 350 ഗ്രാമിന് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ ഏതൊക്കെ ഉപയോഗിക്കണം? 200 ഗ്രാം പ്ലസ് 100 ഗ്രാം പ്ലസ് 50 ഗ്രാം അല്ലെ? 200 + 100 എന്താണ്? 300 ആണ്. 300 + 50 എന്താണ്? 350 ആണ്. അപ്പൊ 350 ഗ്രാമിനെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇവിടെയുള്ള കട്ടകളിൽ ഏതൊക്കെ കട്ടകൾ ഉപയോഗിക്കേണ്ടി വരും? 200 ഗ്രാം പ്ലസ് 100 ഗ്രാം പ്ലസ് 50 ഗ്രാം. ഇനി അടുത്തത് 2 കിലോഗ്രാം 150 ഗ്രാം ആണ്. 2 കിലോഗ്രാം 150 ഗ്രാം ആകുമ്പോൾ 2 കിലോഗ്രാമിന്റെ ഒരു കട്ടയും 2 കിലോഗ്രാമിന്റെ ഒരു കട്ടയും 150 ഗ്രാമിന്റെ എന്തൊക്കെ ചെയ്യണം? 100 ഗ്രാം പ്ലസ് 50 ഗ്രാം അല്ലേ? ഇതെല്ലാം ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 2 കിലോഗ്രാം 150 ഗ്രാം കിട്ടുമല്ലോ. 2 കിലോഗ്രാം വെയിറ്റ് ബാലൻസ് ചെയ്യാൻ 2 കിലോന്റെ ഒരു കട്ട ഉപയോഗിച്ചു. ഇനി 150 ഗ്രാമിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ 100 ഗ്രാമിന്റെ ഒരു കട്ടയും 50 ഗ്രാമിന്റെ ഒരു കട്ടയും ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ 2 കിലോഗ്രാം പ്ലസ് 100 ഗ്രാം പ്ലസ് 50 ഗ്രാം എന്നാണ് ആൻസർ. അടുത്തത് 8 കിലോഗ്രാം 750 ഗ്രാം ആണ്. ഓക്കെ, 8 കിലോഗ്രാം 750 ഗ്രാമിനെ ബാലൻസ് ചെയ്യാൻ നമ്മളിവിടെ ഏതൊക്കെ കട്ടകൾ ഉപയോഗിക്കേണ്ടി വരും? 8 കിലോഗ്രാമിനെ തന്നെ നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കേണ്ടി വരും? 5 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം. അപ്പൊ 7 ആയുള്ളൂ. 5 + 2 7 ആയുള്ളൂ. ഇനി 1 കിലോഗ്രാം കൂടെ. അപ്പോൾ 8 കിലോഗ്രാമിന്റെ ഭാരം മാത്രം ബാലൻസ് ചെയ്യാൻ 5 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം പ്ലസ് 1 കിലോഗ്രാം തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. ഇനി അതിന്റെ കൂട്ടത്തിൽ 750 ഗ്രാം കൂടെ ഉണ്ട്. അപ്പൊ അതിന് ഏതൊക്കെ ബാലൻസ് ചെയ്യാം? ഏതൊക്കെ കട്ടകൾ ഉപയോഗിക്കണം? പ്ലസ് 500 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 50 ഗ്രാം അല്ലെ? 8 കിലോഗ്രാം 750 ഗ്രാമിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഏതൊക്കെ കട്ടകൾ ഉപയോഗിച്ചു? 5 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം പ്ലസ് 1 കിലോഗ്രാം പ്ലസ് 500 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 50 ഗ്രാം. 8 കിലോനെ 5 + 2 + 1 അല്ലെ? 5 + 2 7 ആണ്. 7 + 1 എന്താണ്? 8 ആണ്. അപ്പോൾ 8നെ ബാലൻസ് ചെയ്തു. 750 ഗ്രാമിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 500 + 200 എന്താണ്? 700. 700 + 50 എന്താണ്? 750. അപ്പോൾ 8 കിലോഗ്രാം 750 ഗ്രാമിന് ഇത്രയും കട്ടകൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെയുള്ള എല്ലാ കട്ടകളും ഉപയോഗിച്ചു അല്ലേ? 100 ഗ്രാമിന്റെ കട്ട ഒഴിച്ച് ബാക്കിയുള്ള 6 കട്ടകൾ ഉപയോഗിക്കേണ്ടി വന്നു. 5 കിലോ പ്ലസ് 2 കിലോ പ്ലസ് 1 കിലോ പ്ലസ് 500 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 50 ഗ്രാം. ഇനി അടുത്തത് 5 കിലോ 600 ഗ്രാം എന്നാണ്. ഓക്കെ, അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ? 5 കിലോയുടെ ഒറ്റ കട്ട 5 കിലോ പ്ലസ് 500 ഗ്രാം പ്ലസ് 100 ഗ്രാം അല്ലെ? 500 + 100 ആണ് 600 ഗ്രാം അല്ലെ? 5 കിലോയ്ക്ക് 5 കിലോ വെച്ച് യൂസ് ചെയ്യാം. 600 ഗ്രാമിന് എങ്ങനെയാണ് 500 ഗ്രാം പ്ലസ് 100 ഗ്രാം എന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇനി
താഴത്ത് കൊടുത്തിരിക്കുന്നുണ്ട് 1 കിലോഗ്രാം. 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? ഗ്രാം ചെറിയ യൂണിറ്റ് അല്ലേ? 1000 ഗ്രാം ആണ്. ഇതെല്ലാവരും കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതുക, ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെയും എഴുതുക. 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാം. ഓക്കെ, 1000 ഗ്രാം ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. 1000 ഗ്രാം 1000 പ്രാവശ്യം ഗ്രാം അല്ലെ? 500 ഗ്രാം, പിന്നെ 1 2 3 അങ്ങനെ 1000 ഗ്രാം വെയിറ്റ് ആകുമ്പോഴാണ് 1 കിലോഗ്രാം ഭാരമാകുന്നത്. 500 പ്ലസ് ഈ 500 ഗ്രാം 2 തവണ വന്നാൽ 1000 ആയില്ലേ അല്ലേ? അപ്പൊ 1000 ഗ്രാം ആയപ്പോൾ എന്തായി? 1 കിലോഗ്രാം ആയി. 1000 ഗ്രാം വെയിറ്റ് വരുമ്പോഴാണ് 1 കിലോഗ്രാം വെയിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക, നോട്ട്ബുക്കിലും ഇത് എഴുതി വെക്കുക, എന്നിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിക്കേണ്ടതാണ്. 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാം എന്നുള്ള ഇക്വേഷൻ എല്ലാവരും പഠിക്കുക. ഓക്കെ, നോട്ട്ബുക്കിൽ ചെയ്യാവുന്ന ആ ഒരു ഒറ്റ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ, ആ 1 കിലോഗ്രാം എന്നുള്ള യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് പഠിക്കേണ്ടതുമാണ്. ബാക്കിയെല്ലാം ഈ പ്രാക്ടീസ് ബുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഹോംവർക്ക് അയച്ചു തരിക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.